എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോത്താനിക്കോട് പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ 52 പേർക്കാണ് പരിക്കേറ്റത്. 4000-ഓളം പേരാണ് കാണികളായി ഉണ്ടായിരുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വലിയ ഒരു ദുരന്തം നടക്കേണ്ടത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. പക്ഷേ അനാസ്ഥയ്ക്കെതിരെ നടപടിയെടുത്തേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുധീഷിലേക്ക് എത്താം. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോത്താനിക്കാട് പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ 52 പേർക്കാണ് പരിക്കേറ്റത്. 4000-ഓളം പേരാണ് കാണികളായി ഉണ്ടായിരുന്നത്. നാളെ ഫൈനൽ മത്സരം നടക്കാനിരിക്കെയാണ് അപകടം ഉണ്ടായത്. വലിയ ദുരന്തം ഉണ്ടാകേണ്ട സാഹചര്യം തന്നെയായിരുന്നു. കാരണം 4000-ഓളം കാണികളാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്തെ മണ്ണിൽ പുതഞ്ഞ് ഗാലറിയുടെ ഒരു വശം ചരിയുകയായിരുന്നു. തുടർന്നാണ് ഈ അപകടം ഉണ്ടായത്. 52 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ. ധോണി, ഇന്നലെ രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ഇന്നലെ അവിടുത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം നടക്കാനിരിക്കെ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഗാലറി തകർന്നു വീണത്. ഒരു സൈഡിലേക്ക് അതങ്ങ് ചായുകയായിരുന്നു. ചായഞ്ഞ് അതിൽ ഇരുന്നവരാണ് താഴേക്ക് വീണത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 52 പേർക്ക് പരിക്കേറ്റു. അവരെല്ലാം തന്നെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി രാത്രിയിൽ തന്നെ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു. ഇത് സംഘാടകരുടെ വലിയ പിഴവാണ് ഇത്തരത്തിലൊരു അപകടത്തിന് വഴിവെച്ചതെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പോത്താനിക്കാട് പോലീസാണ് കേസെടുത്തത്. ഇത് മുളയും കവുങ്ങും ഉപയോഗിച്ചുകൊണ്ടുള്ള താൽക്കാലിക ഗാലറി ആയിരുന്നു ഒരുക്കിയിരുന്നത്. ഈ ഗാലറിയാണ് 4000-ഓളം കാണികളാണ് ഇന്നലെ അവിടെ എത്തിച്ചേർന്നത്. ഈ 4000-ഓളം പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഗാലറിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ സുരക്ഷാ അനുമതിയോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതെന്നുള്ള പരാതിയുമുണ്ട്. മുൻപുള്ള മത്സരങ്ങളെക്കാൾ എല്ലാം തന്നെ ഫൈനൽ മത്സരം കൂടിയായതുകൊണ്ട് കൂടുതൽ ആളുകളും എത്തിയിരുന്നു. ആ ഒരു സാഹചര്യമാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും സംഘാടകർക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരത്തിലൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും അറസ്റ്റിലേക്കും പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.